പൗരത്വ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടെ പൊടുന്നനെ 300 പേർക്ക് പൗരത്വം നൽകിയതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഒട്ടും സംശയിക്കേണ്ട, ബിജെപിയുടെ ലക്ഷ്യം വോട്ട് തന്നെ. തിരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിലെത്തിയപ്പോൾ നടത്തിയ പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ ഏറെയാണ്. मोदी की गारंटी का मतलब क्या होता है, इसका ताजा उदाहरण सीएए कानून है। सीएए कानून है और इंडी गठबंधन वालों ने इनके साथ क्या किया? इन्होंने सीएए के नाम पर ऐसा झूठ का पहाड़ खड़ा कर दिया, ऐसा झूठ चलाया। सपा कांग्रेस जैसे दलों ने यूपी सहित पूरे देश को दंगों की आग में झोंकने का भरपूर प्रयास किया। आज तक ये इंडी गठबंधन वाले कहते हैं कि मोदी ये जो सीएए लाया है ना, जिस दिन मोदी जाएगा ये सीएए भी जाएगा। भाइयों बहनों, क्या इस देश में अब कोई माई का लाल पैदा हुआ है जो सीएए को खत्म कर सके? ഉത്തർപ്രദേശിലെ ലാൽഗഞ്ചിൽ മോദി മെയ് 16 നടത്തിയ പ്രസംഗമാണിത്. പൗരത്വ നിയമം തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ബിജെപി ഉപയോഗിക്കുന്നുവെന്നതിന്റെ തെളിവ്. സിഎഎ നടപ്പാക്കുന്നത് ആർക്കും തടയാനാവില്ലെന്ന് അമിത്ഷായും മോദിയും വെല്ലുവിളിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ പൗരത്വ വിതരണം. രാജ്യത്ത് പൗരത്വ വിഷയം ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഡൽഹി, യുപി, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിലെത്തിയ സമയത്താണ് പൗരത്വ വിതരണം നടക്കുന്നത്. പ്രതിഷേധം ശക്തമായ അസമിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുള്ളത്. ഷഹീൻബാഗ് സമരമായിരുന്നു രാജ്യത്ത് തന്നെ സിഎഎ വിരുദ്ധ സമരത്തിന്റെ കേന്ദ്രം. ഷഹീൻബാഗ് ഉൾപ്പെട്ട ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ്. ബംഗാളിലാകട്ടെ കിഴക്കൻ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിപ്പാർത്ത മാത്തോ സമുദായക്കാർ നിർണായകമായ ബോൺഗാവ് അടക്കമുള്ള 24 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മെയ് 20-നാണ്. യുപിയിലെ 41 സീറ്റിലും തിരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുന്നു. ബംഗാളിലെ മാത്തോ വിഭാഗക്കാരോട് പൗരത്വം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലകുറി ഉറപ്പ് നൽകിയിരുന്നു. ബംഗാളിൽ നിന്ന് പരമാവധി സീറ്റ് ലക്ഷ്യമിടുന്ന ബിജെപി അവസാന അടവും പയറ്റുന്നുവെന്ന് സാരം. ആദ്യ 4 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും രാമക്ഷേത്രവും മുസ്ലിം വിദ്വേഷവുമൊന്നും വേണ്ടത്ര ഗുണം ചെയ്തില്ലെന്ന തിരിച്ചറിവിലാണ് ബിജെപി പൗരത്വവും വോട്ടിന് ആയുധമാക്കുന്നത്. ഇനി ഒന്നുകൂടി, കഴിഞ്ഞ ദിവസം പൗരത്വം ലഭിച്ച 14 പേരുടെ മതം ഹിന്ദുമതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് RSS VHP നേതാക്കളും അമ്പലങ്ങളിലെ പൂജാരിയുമൊക്കെയാണ്. നിയമപരമായി എന്താകും ഈ പൗരത്വത്തിന്റെ ഭാവി എന്നുകൂടി നമുക്ക് നോക്കാം. നിയമപരമായും ഈ പൗരത്വം കോടതി കയറിയേക്കും. 2019 നിയമമായ പൗരത്വ ഭേദഗതിയെ ചോദ്യം ചെയ്തുള്ള 240 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായി നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജികളും കോടതിയിലുണ്ട്. ഇതിൽ പരാതിക്കാരായ ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ വാദം കേട്ട കോടതി കേന്ദ്രത്തോട് വിശദീകരണം ചോദിച്ചു. മറുപടി നൽകാൻ കേന്ദ്രം സമയം തേടിയിരുന്നു. എന്നാൽ ഈ കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും മുമ്പാണ് തിടുക്കപ്പെട്ട് കേന്ദ്രം പൗരത്വം നൽകിയത്. നിയമത്തിന്റെ ഭരണഘടനാ സാധുത തന്നെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ആ നിയമം നടപ്പാക്കുന്നതിലെ ക്രൂക്കഡ് മൈൻഡ് വളരെ വ്യക്തമാണ്. ഒറ്റയടിക്ക് 240 പരാതികളും അസാധുവാക്കാനുള്ള ശ്രമം. ഇനിയെങ്ങാനും നിയമം അസാധുവാണെന്ന് സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ ആ നിയമപ്രകാരം പൗരത്വം ലഭിച്ചവർക്ക് അത് അസാധുവാക്കപ്പെടുമെന്ന സാഹചര്യവും ഉടലെടുക്കും. അത് രാഷ്ട്രീയമായി എതിരാളികൾക്കെതിരെയും നിയമപരമായി കോടതിയിലും ഉപയോഗിക്കാമെന്നും ബിജെപി കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അവഗണിച്ച് കോടതി നിയമം അസാധുവാക്കിയാൽ ഇപ്പോൾ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ച 300 പേരും വീണ്ടും അഭയാർത്ഥികളായി മാറും. ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കിന്റെ ഇരകളായി അവർ മാറുകയും ചെയ്യും എന്നതാണ് വസ്തുത.